നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടേൺ അറൗണ്ടാണ് നമ്മൾ കാൺപൂരിൽ കണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ടെസ്റ്റിലൊരു റിസൾട്ട് ഉണ്ടാകുമോ, അത് ഉണ്ടാക്കാൻ വേണ്ടി ടീം ഇന്ത്യ നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ടം അത് വല്ലാത്തതാണ്. നോക്കുക, ആദ്യ ദിവസം വെറും 35 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തത്. രണ്ടാം ദിവസം ഒറ്റ ഓവർ എറിഞ്ഞില്ല. മൂന്നാം ദിവസവും ഒരു ഓവർ എറിഞ്ഞില്ല. നാലാം ദിവസം മുഴുവൻ ഓവറുകൾ ഉണ്ടായിരുന്നു. അഞ്ചാം ദിവസത്തെ രണ്ടാം സെഷനിൽ തന്നെ കളിയങ്ങ് തീർത്ത് 7 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം, പരമ്പര തൂത്തുവാരി ടീം ഇന്ത്യ. അതാണ് പറഞ്ഞത്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടേൺ അറൗണ്ട് ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി നോക്കണം. ആരാണ് ഈ തരത്തിലുള്ള ഒരു ടോൺ സെറ്റ് ചെയ്തത്? അത് രോഹിത് ശർമ്മയാണ്. കളിക്ക് ശേഷം അത് രവി അശ്വിൻ പറയുന്നുണ്ട്, രോഹിത് ശർമ്മ നമ്മളോട് സംസാരിക്കാൻ വന്ന് നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്, നമ്മൾ ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എന്നാണ്. അദ്ദേഹം ആ ടോൺ സെറ്റ് ചെയ്തു. ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സർ അടിച്ച്, ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സർ അടിച്ച് ആ ടോൺ സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുകൂടി രവി അശ്വിൻ പറയുന്നുണ്ട്. നോക്കുക, ഈ പരമ്പര കൂടി വിജയിച്ചപ്പോൾ ഇന്ത്യ 18ാമത്തെ കൺസിക്യൂട്ടീവ് ടെസ്റ്റ് സീരീസാണ് ഹോമിൽ വിജയിക്കുന്നത്. സോ ഗ്രേറ്റസ്റ്റ് ടീം എവർ എന്ന് നമ്മൾ പറഞ്ഞാൽ എത്ര പേര് അതിനോട് എതിർക്കാനുണ്ടാവും? ഉണ്ടാവില്ല. നോക്കുക, രോഹിത് എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ ശ്രീലങ്കയ്ക്കെതിരെ 2-0 വിജയം, ഓസ്ട്രേലിയക്കെതിരെ 2-1 വിജയം, വെസ്റ്റ് ഇൻഡീസിനെതിരെ 1-0 വിജയം, സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ 1-1 സമനില, ഇംഗ്ലണ്ടിനെ 4-1 തോൽപ്പിച്ചു, ബംഗ്ലാദേശിനെ 2-0 തോൽപ്പിച്ചു. തീർച്ചയായിട്ടും ടെസ്റ്റിൽ രോഹിത് ശർമ്മ എന്ന നായകൻ മിന്നിക്കത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ ആ ഒരു കണക്കിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ബെസ്റ്റ് ടീമാണ് ഇന്ത്യ. കറൻലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ബെസ്റ്റ് ടീം ഇന്ത്യയാണ്. വെറുതെ പറയുന്നതല്ല, ഡാറ്റയുടെ പിൻബലത്തിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നോക്കുക, 2016 മുതൽ മോഡേൺ ടെസ്റ്റ് എറയിൽ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ 2016 മുതൽ ഇന്ത്യയോളം വിജയിച്ച മറ്റൊരു ടീമില്ല. വിന്നിംഗ് പെർസെൻറ്റേജും ഇന്ത്യയുടെ അടുത്ത് പോലും ആരുമില്ല. ഇന്ത്യ 2016 മുതൽ ഇങ്ങോട്ട് 86 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ 53 വിജയിച്ചു, 21 തോൽവികൾ, 12 സമനിലകൾ, 61.6 വിന്നിംഗ് പെർസെൻറ്റേജ്. രണ്ടാമതുള്ള ഇംഗ്ലണ്ട് ഇന്ത്യയേക്കാൾ വളരെ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ അത്ര വിജയങ്ങളില്ല. 111 മത്സരങ്ങൾ കളിച്ച് ഇംഗ്ലണ്ടിന് 52 വിജയങ്ങളെ നേടാനായിട്ടുള്ളൂ. ഇംഗ്ലണ്ടിനെ മറികടന്നിരിക്കുന്നു ടീം ഇന്ത്യ എന്നർത്ഥം. 44 കളികളിൽ ഇംഗ്ലണ്ട് തോറ്റിട്ടുണ്ട്, 15 സമനില. അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് ആവട്ടെ 46.8. ഇനി ഓസ്ട്രേലിയയുടെ കാര്യം, ഓസ്ട്രേലിയ 81 മത്സരങ്ങളാണ് ഈ കാലയളവിൽ കളിച്ചത്. 44 വിജയങ്ങളേയുള്ളൂ, 24 പരാജയങ്ങൾ, 13 സമനിലകൾ. അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് ഇന്ത്യയേക്കാൾ പുറകിലാണ്, 54.3 മാത്രമേ ഉള്ളൂ. സൗത്ത് ആഫ്രിക്കയുടെ കാര്യം കൂടി നോക്കാം. 69 മത്സരങ്ങൾ ഈ കാലയളവിൽ അവർ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ട് 35 വിജയം, 28 തോൽവി, 6 സമനില, 50.07 അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ്. മറ്റ് ടീമുകൾക്കൊക്കെ 50-നും താഴെയാണ് വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് പോകുന്നില്ല. ഈ കണക്ക് മാത്രം മതി കറൻലി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യയാണെന്ന് തെളിയിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.